ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു പേടിയും ടെൻഷനും ഒക്കെ ഉള്ള ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോണത്. വേറെ ഒന്നുമല്ല, പിമ്പിൾസിനെ പറ്റിയാണ് കേട്ടോ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അല്ലേ. അത് പോകാനായിട്ട് എത്രയും പെട്ടെന്ന് അത് പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണ ഇഷ്ടം പോലെ പേരുണ്ട്. അപ്പം റീസെൻ്റ്ലി എൻ്റെ ഫേസിലും ഒരു പിമ്പിൾ വന്നായിരുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പിമ്പിൾസ് വരുമ്പം അതിന് ഒന്ന് തൊടാറ് പോലും ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ അറിയാണ്ട് ചെയ്യണ പല കാര്യങ്ങളും നമ്മുടെ മുഖത്തെ വന്ന പിമ്പിൾസ് കൂടാനും, അല്ലെങ്കിൽ ആ വന്ന് പോകുന്ന പിമ്പിൾസ് ഭയങ്കര കറുത്തപ്പാടായിട്ട് അത് നിലനിൽക്കാനും ഒക്കെ കാരണമാവും. അപ്പം പിമ്പിൾസ് വന്നാൽ തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാര്യങ്ങളെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോയാലോ. അപ്പം ആദ്യത്തെ മിസ്റ്റേക്ക് വന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യണത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, പിമ്പിൾസിനെ പൊട്ടിക്കുക. ഒരിക്കലും പിമ്പിൾസിനെ പൊട്ടിക്കാൻ പാടില്ല കേട്ടോ. അത് കൂടുതൽ എന്താ പറയുക, ബാക്ടീരിയാസ് വരാനും, അല്ലെങ്കിൽ ആ കുരു വന്ന് പോകുമ്പോൾ വരുന്ന ഒരു കറുത്തപ്പാടുണ്ടല്ലോ, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അത് തനിയെ പോയിക്കോളും. അല്ല, നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ അത് കൂടുതൽ പെർമനൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ കറുത്തപ്പാട് നിലനിൽക്കാനും ചുവപ്പ് കൂടാനും അങ്ങനെ ഭയങ്കര ചോന്നിരിക്കാനൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ കാരണമാവും കേട്ടോ. അപ്പോൾ ഒരിക്കലും എന്ത് പ്രലോഭനം തോന്നിയാലും ആരും പിമ്പിൾസ് വന്നാൽ പൊട്ടിക്കരുത് കൈകൊണ്ട്. അടുത്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, മുഖം വീണ്ടും വീണ്ടും കഴുകുക. ചിലത് വിചാരിക്കും, അയ്യോ എൻ്റെ മുഖത്ത് പിമ്പിൾ ഉണ്ടല്ലോ, ഇനി അഴുക്കിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവോ എന്നൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫേസ് വാഷ് ഇട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ മുഖം കൂടുതൽ ഡ്രൈ ആവും, അല്ലെങ്കിൽ തന്നെ ഓയിൽ നന്നായിട്ട് പ്രൊഡ്യൂസ് ആവാനും ഒക്കെ കാരണമാവും. അപ്പോൾ ഒരിക്കലും കൂടുതലായിട്ട്, അതായത് ദിവസത്തിൽ 2 പ്രാവശ്യം നമ്മുടെ മുഖം കഴുകേണ്ട ആവശ്യമുള്ളൂ, രാവിലെയും രാത്രിയും കേട്ടോ. അല്ലെങ്കിൽ പുറത്തൊക്കെ എങ്ങാനും പോയി വന്നാലുണ്ടെങ്കിൽ കഴുകുക. നെക്സ്റ്റ് വന്നിട്ട് കുറേ വീട്ടുവൈദ്യങ്ങൾ പരീക്ഷിക്കലാണ്. അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ആളങ്ങനെ മുഖത്ത് എന്തെങ്കിലും കുരു വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓട്ടാണ്, അയ്യോ ടൂത്ത് പേസ്റ്റ് എടുക്കണു, സോഡാ പൗഡർ എടുക്കണു, പിന്നെ എന്നിട്ട് മറ്റേ നാരങ്ങ നീര്, മഞ്ഞപ്പൊടി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ വക കാര്യങ്ങളൊന്നും പറ്റണമെന്നില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് മഞ്ഞളോ അല്ലെങ്കിൽ നമ്മുടെ കരിവേപ്പിൻ്റെ ഇല, അതായത് ആര്യവേപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഇല, ഈ വക സാധനങ്ങളൊന്നും എനിക്ക് സ്കിന്നിൽ പറ്റില്ല. എനിക്ക് മഞ്ഞളൊക്കെ തട്ടി അപ്പോൾ സ്കിന്നിൽ കുരു വരും. അങ്ങനത്തെ ഒരു പ്രകൃതിയാണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ ഓരോരുത്തർക്കും ഈ വക സാധനങ്ങളൊന്നും പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഈ വീട്ടുവൈദ്യം ഒഴിവാക്കുക. പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ താനേ അത് പോയിക്കോളും. അതിന് സോഡാപ്പൊടി ഇട്ട് അരച്ച്, ടൂത്ത് പേസ്റ്റ് ഇട്ട് ഉരച്ച്, മറ്റേ നാരങ്ങ നീരിട്ട് ഉരച്ച് അങ്ങനെയൊന്നും നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ അത് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ പൊള്ളൽ ഉണ്ടാക്കുക, അതും അല്ലെങ്കിൽ പാടുകൾ ഉണ്ടാക്കുക, ഇതിനൊക്കെ കാരണമാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് മിസ്റ്റേക്ക് വന്നിട്ട് പുതിയ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, അത് ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് കേട്ടോ. നമ്മുടെ സ്കിന്നിനെ ഒരു ബേബി ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ആദ്യമായിട്ട് നമ്മളൊരു ബേബിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്നും ഓരോ ദിവസം അതായത് ഫസ്റ്റ് ടൈം ഫീഡ് ചെയ്യുമ്പോഴത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. 6 മന്ത്സിലൊക്കെ നമ്മൾ ഓരോ ദിവസം ഓരോ ഫുഡ് മാറ്റിക്കൊണ്ടിരിക്കില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയാണ് നമ്മൾ ഒരു ഫുഡ് കൊടുക്കുക. എന്നിട്ട് അത് അവന് വയറിന് പറ്റുന്നില്ലേ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ നമ്മൾ അടുത്ത ഫുഡ് ട്രൈ ചെയ്യും. ഇത് എന്നും ഓരോ ഫുഡ് ട്രൈ ചെയ്തിട്ട് വയറിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഏത് ഫുഡിൽ നിന്നാണ് പ്രശ്നം വന്നതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്ന്. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കിന്നിന് ആപ്റ്റ് ആയത്, അല്ലെങ്കിൽ ഏത് പ്രൊഡക്ട്സ് ആണ് നമ്മുടെ സ്കിന്നിന് ദോഷമായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ട്സ് ട്രൈ ചെയ്യണവരുണ്ടെങ്കിൽ കുറച്ചധികം നാൾ ഒരു പ്രൊഡക്റ്റ് ട്രൈ ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം വേറെ പ്രൊഡക്റ്റിലേക്ക് കടന്നാൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റാണ് നല്ലത് പൊട്ടാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് മിസ്റ്റേക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ മേക്കപ്പ് ഇട്ടിട്ടുണ്ടല്ലോ കിടന്നുറങ്ങണത്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണത് പാതിരാത്രിയാണ്. ഞാൻ നോ മേക്കപ്പ് ലുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ആ കോസ്റ്റ്യൂമിൽ തന്നെ, അല്ലെങ്കിൽ ആ മേക്കപ്പ് വെച്ചിട്ട് തന്നെ. അപ്പം ആ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് പോയി കാണും കേട്ടോ. ഞാൻ ഓൾറെഡി മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ മേക്കപ്പ് ചെയ്യാത്ത പോലെയല്ല ഇരിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ വീഡിയോൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കാണാത്തതുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ടൊന്ന് കാണുക. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറങ്ങണേക്കാട്ടും മുൻപ് അത് നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഉറങ്ങുക. അല്ലെങ്കിൽ ഈ മേക്കപ്പ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ സുഷിരങ്ങൾ, ഓട്ടകൾ, അതിലേക്ക് കയറിപ്പോയിട്ട് നമുക്ക് കൂടുതൽ പിമ്പിൾസ് വരാനായിട്ട് എന്താ പറയുക കാരണമാകും. അപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യണവർ അത് നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം മാത്രം ഉറങ്ങാം കേട്ടോ. അതിങ്ങനെ എപ്പോഴും മൈൻഡിൽ വെക്കുക.
അടുത്തത് സൺസ്ക്രീൻ ഒഴിവാക്കരുത്. അതായത് നമ്മുടെ മുഖത്ത് പിമ്പിൾ വന്നു പോയതിന് ശേഷം എല്ലാവർക്കും പാട് വരും, കറുത്ത പാട് വരും. ഇതിപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട കാരണമാണ്, കൺസീലൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കാരണമാണ് എൻ്റെ പിമ്പിളിൻ്റെ കളർ അറിയാത്തത്. അപ്പോൾ ഇങ്ങനെ വരുന്ന പിമ്പിൾസ് പോയിട്ട് വരുന്ന കറുത്ത പാടുകൾ ഈ സൺലൈറ്റ് കൊള്ളുമ്പോണ്ടല്ലോ കുറച്ചും കൂടി ഇരുളാനായിട്ട്, ഡാർക്ക് ആവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അപ്പോൾ ഒരു പരിധി വരെ ആ ഇരുണ്ട കളർ കൂടാതിരിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പം നോർമലി എൻ്റെ സ്കിൻ എന്നൊക്കെ പറഞ്ഞത് ഒരുപാട് പിമ്പിൾസ് വരാത്ത സ്കിന്നാണ്. എൻ്റെ മുഖത്ത് പിമ്പിൾ വരുന്നപ്പോഴാണെങ്കിൽ ഞാൻ ഈ വറവ് പലഹാരങ്ങളുണ്ടല്ലോ, അതായത് ഈ കൊള്ളി ചിപ്സുകൾ, സ്നാക്സുകൾ, എന്താ പറയുക അതിനെ, കൊള്ളി വറുത്തത്, ചക്കുപ്പേരി, കായ വറുത്തത്, പിന്നെ മറ്റേ ലേസ് മുറുക്ക്, പുതിയ സാധനം ഉണ്ടല്ലോ, അതൊക്കെ എല്ലാം ഒരുപാട് കുറച്ച് നാളായി അങ്ങനത്തെ ചിപ്സുകൾ, പിന്നെ വട, പപ്സ്, സമൂസ, അങ്ങനെ എണ്ണക്കടികൾ, ഇതൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് മുഖത്ത് പിമ്പിൾ വരിക. ഈ അൽഫാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കുമ്പോൾ വരില്ല കേട്ടോ. ഈ ഇങ്ങനെ ചെറിയ ചെറിയ എണ്ണക്കടികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വറവ് പലഹാരങ്ങൾ കഴിക്കുമ്പോൾ എൻ്റെ മുഖത്ത് പിമ്പിൾ വരും. അപ്പം ഇതുപോലെ തൊട്ടേനും പിടിച്ചേനും ഒക്കെ പിമ്പിൾ വരുന്ന കുറേ പേരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉടനടി അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാനായിട്ട് എന്തായാലും കുറച്ച് സമയം എടുക്കും അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് ആഴ്ചകളോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്യുക, നന്നായി പിമ്പിൾസ് ഉള്ളതുകൊണ്ട്. അല്ലാണ്ട് എനിക്ക് പിമ്പിൾ പോകാനുള്ള ക്രീം കിട്ടി അല്ലെങ്കിൽ സിറം കിട്ടി, ഞാൻ തേക്കാൻ പോവാ, നാളെ രാവിലെ എണീക്കുമ്പോഴേക്കും എൻ്റെ പിമ്പിൾ പോകും എന്നൊക്കെ വിചാരിച്ചാൽ അത് എന്താ പറയുക, നമ്മുടെ തെറ്റിദ്ധാരണയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊന്നും ആരും ചിന്തിച്ച് കൂട്ടണ്ട. നമ്മുടെ പിമ്പിൾസ് വന്നിട്ട് മുഖത്തുനിന്ന് പോകാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഹീലിംഗ് പീരീഡിന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. നന്നായി ശ്രദ്ധിക്കുക. അപ്പം ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പിമ്പിൾസൊക്കെ നന്നായി മാറിപ്പോകും. അപ്പോൾ പിമ്പിൾസ് വരികയാണെങ്കിൽ തന്നെ ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഈ 7 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കാട്ടെ. എന്താണെന്ന് വെച്ചാൽ കുറേ നല്ല വിലയുടെ പ്രൊഡക്റ്റൊക്കെ കുറേ ഉപയോഗിക്കണം എന്നതിലല്ല കാര്യം. നിങ്ങൾ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസി ഉണ്ടോ, ശരിയായ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾസ് മുഖത്ത് വരുമ്പം എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്ന കാര്യം എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നവരേക്കും ബൈ.